ഫ്രീഡം ഫയൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. 1912 ഡിസംബർ മാസം 23 അന്ന് ഇന്ത്യയിലെ വൈസ്രോയി ലോർഡ് ഹാർഡിഞ്ച് വൈസ്രോയിക്ക് സ്വീകരണം കൊടുക്കുന്ന ഒരു വലിയ ഘോഷയാത്ര ഡൽഹിയിൽ നടക്കുകയാണ്. ചാന്ദിനി ചൗക്കിലുള്ള തെരുവിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി വലിയ സൈനിക സന്നാഹങ്ങളോടുകൂടി വൈസ്രോയി എഴുന്നള്ളുകയാണ്. ആനപ്പുറത്ത് വൈസ്രോയിയും ഭാര്യയും ഇരിക്കുന്നു. അവർക്ക് വലിയ വർണ്ണ മുത്തുക്കുട ചൂടിക്കൊണ്ട് ഒരു ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥൻ മേജർ മഹാവീർ സിംഗ് അവരുടെ പിന്നിലിരിക്കുകയാണ്. ചാന്ദിനി ചൗക്കിലൂടെ ഈ ഘോഷയാത്ര നടന്ന് മുന്നേറി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സമീപത്തെത്തിയപ്പോൾ കാതടപ്പിക്കുന്ന ശബ്ദത്തോടുകൂടി ഒരു വലിയ ബോംബ് ആനയുടെ മുകളിലേക്ക് വന്ന് പതിച്ചു. വർണ്ണക്കുടയുമായിരുന്ന മേജർ മഹാവീർ സിംഗ് ബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം താഴെ വീണ് മരണമടയുകയുണ്ടായി. വൈസ്രോയിയും ഭാര്യയും പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വലിയ ആഹ്ലാദ ആരവങ്ങളോടെ കടന്നു വന്ന ആ ഘോഷയാത്ര നിമിഷങ്ങൾ കൊണ്ട് ഛിന്നഭിന്നമായി. അന്ന് ആ നടന്ന സ്ഫോടനം ബ്രിട്ടീഷ് ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയുണ്ടായി. അവർ വളരെ വിപുലമായ അന്വേഷണങ്ങൾ നടത്തി. യഥാർത്ഥത്തിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ഉണ്ടായിരുന്ന ഒരു യാത്രയായിരുന്നു അത്. ആ ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയുടെ ഇരുവശവുമുള്ള മുഴുവൻ വീടുകളിലും ധാരാളം പോലീസുകാരെ ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാരെയും വിന്യസിച്ചിരുന്നു. അവരോടൊപ്പം രഹസ്യ പോലീസ് ധാരാളം ഉണ്ടായിരുന്നു. വൈസ്രോയി കടന്നു വരുന്നത് ഇന്ത്യയുടെ മേലുള്ള ബ്രിട്ടീഷ് ആധിപത്യം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒരു വർഷം മുമ്പ് വരെ 1911 വരെ കൽക്കട്ട ആസ്ഥാനമാക്കിയിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഡൽഹിയിലേക്ക് തലസ്ഥാനം ഷിഫ്റ്റ് ചെയ്ത് കൃത്യം ഒരു വർഷം തികയുന്ന സന്ദർഭത്തിലാണ് വൈസ്രോയിയുടെ ഈ സ്വീകരണ ഘോഷയാത്ര അവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ബംഗാളിൽ നിന്നും ഡൽഹിയിലേക്ക് രാജ്യ തലസ്ഥാനം മാറ്റുന്നതിലൂടെ ബ്രിട്ടീഷ് ഭരണകൂടം ലക്ഷ്യമാക്കിയത് ബംഗാളിൽ വിപ്ലവകാരികൾ ധാരാളമായി ആക്രമണങ്ങൾ നടത്തുന്നു. ഭരണകൂടത്തിന് സ്വൈര്യം കൊടുക്കാത്ത വിധത്തിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ, ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരായ ആക്രമണങ്ങൾ, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങളോടുണ്ടാവുന്നു. അപ്പോൾ പ്രശ്നരഹിതമായ പുതിയൊരു സ്ഥലമെന്ന നിലയിൽ ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുകയും അങ്ങനെ മാറ്റിയതിനെ തുടർന്നുണ്ടായ സാഹചര്യത്തെ ജനങ്ങൾ വൻതോതിൽ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി, എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആയിരുന്നു അന്ന് ലോർഡ് ഹാർഡിഞ്ചിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വലിയ വരവേൽപ്പ് ഭരണകൂടം സംഘടിപ്പിച്ചത്. ആ സ്വീകരണ ഘോഷയാത്രയ്ക്ക് നേരെയാണ് ആ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ആരാണ് ബോംബെറിഞ്ഞതെന്ന് ഭരണകൂടത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 പേരെ ആ സംഭവത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. മാസ്റ്റർ അമീർ ചന്ദ്, ഭായി മുകുന്ദ്, ബസന്ത വിശ്വാസ്, അബോധ് ബിഹാരി എന്നീ 4 പേരെയാണ് ഭരണകൂടം തൂക്കിലേറ്റിയത്. യഥാർത്ഥത്തിൽ ബോംബെറിഞ്ഞ ആളെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വൈസ്രോയിയുടെ ഘോഷയാത്ര കടന്നു വരുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട് നിന്നിരുന്ന റാഷ് ബിഹാരി ബോസ് ആയിരുന്നു അന്ന് വൈസ്രോയിക്ക് നേരെ ആ ബോംബെറിഞ്ഞത്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ബ്രിട്ടീഷ് അധികാരികൾ നടപ്പാക്കിയ ഒരു സമ്മേളനത്തിന് നേരെ, ഒരു ഘോഷയാത്രയ്ക്ക് നേരെ അങ്ങനെ ഒരു ബോംബെറിഞ്ഞതിലൂടെ വിപ്ലവകാരികൾ ലക്ഷ്യമിട്ടത് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയാലും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സ്വൈര്യം ലഭിക്കാൻ പോകുന്നില്ല, ഇവിടെ വിപ്ലവകാരികൾ സജീവമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു. അത് ആസൂത്രണം ചെയ്തതും അത് നടപ്പാക്കിയതും റാഷ് ബിഹാരി ബോസ്. അങ്ങനെ വൈസ്രോയിക്ക് നേരെ ബോംബെറിഞ്ഞ് 1912 ഡിസംബർ മാസം 23 ആ ബോംബേറിന് ശേഷം തൊട്ടടുത്ത ദിവസം ഡെറാഡൂണിൽ ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വൈസ്രോയിയെ ബോംബെറിഞ്ഞതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനും പ്രധാനപ്പെട്ട പ്രസംഗകനും റാഷ് ബിഹാരി ബോസ് ആയിരുന്നു. അദ്ദേഹം അവിടെ ഡെറാഡൂണിലെ ഒരു വനം ഗവേഷണ വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. ബംഗാളിലെ ബർദ്വാൻ ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് സിംലയിലെ ഗവൺമെൻറ് പ്രസ്സിലെ ജീവനക്കാരനായിരുന്നു. അങ്ങനെ ഡെറാഡൂണിൽ വനം വകുപ്പിലെ ജീവനക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹം വലിയൊരു ബ്രിട്ടീഷ് ഭക്തനാണെന്നാണ് പൊതുവിൽ എല്ലാവരും വിചാരിച്ചിരുന്നത്. ഭരണകൂടം അങ്ങനെയാണ് കരുതിയിരുന്നത്. റാഷ് ബിഹാരി ബോസിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കുണ്ടായിരുന്നില്ല. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപ്ലവ മുന്നേറ്റങ്ങളുടെ ആസൂത്രകനാണ്, അതിൻ്റെ നേതൃത്വമാണ് റാഷ് ബിഹാരി ബോസ് എന്ന് ഇന്ത്യൻ ഭരണകൂടം തിരിച്ചറിഞ്ഞത്. ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 1ാം ലോകമഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ളിൽ വലിയൊരു കലാപം ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചു. സൈന്യത്തിനുള്ളിൽ നിന്നും കലാപം, സൈന്യത്തിന് പുറത്തു നിന്നും ജനങ്ങളുടെയും പ്രക്ഷോഭം. ഇങ്ങനെ 2 രീതിയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ആക്രമണം വളർത്തിയെടുത്ത് ഭരണകൂടത്തെ പരാജയപ്പെടുത്തുക
എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഗദ്ദർ എന്നറിയപ്പെട്ടിരുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് ആ പ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ അനുശീലൻ സമിതി അന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിപ്ലവ പ്രസ്ഥാനമാണ്. യുഗാന്തർ എന്ന പേരിൽ മറ്റൊരു വിപ്ലവ പ്രസ്ഥാനമുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനങ്ങളൊക്കെ തമ്മിൽ സഹകരിച്ചും പരസ്പരം ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടുമാണ് പല കാര്യങ്ങളും അക്കാലത്ത് നടന്നിരുന്നത്. അങ്ങനെ പഞ്ചാബ് കേന്ദ്രമാക്കി ഗദർ എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനം സത്യത്തിൽ ഇന്ത്യക്ക് പുറത്താണ്. പ്രവാസികളായ ഇന്ത്യക്കാരുടെ ഒരു വിപ്ലവ സംഘടനയായിരുന്നു ഗദർ. അതൊരു പഞ്ചാബി വാക്കാണ് ഗദർ എന്നത്. വിപ്ലവം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇന്ത്യക്ക് പുറത്ത് വിവിധ ലോകരാജ്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യക്കാരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ജർമ്മനിയും ജപ്പാനും അടക്കം അങ്ങ് കാനഡ ഉൾപ്പെടെ സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഉള്ള മലയാളികളെ ചേർത്തുകൊണ്ട്, ചൈന അടക്കമുള്ള പ്രദേശത്തെ ആളുകളെ ചേർത്തുകൊണ്ട് വിപുലമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടന. ലാലാ ഹർദയാൽ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു അതിൻ്റെ അഖില ലോക അടിസ്ഥാനത്തിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആൾ. അങ്ങനെ ഗദ്ദർ എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന, രഹസ്യമായി കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങളും മറ്റ് പടക്കോപ്പുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരായ വലിയൊരു വിപ്ലവ നീക്കം നടന്നു. അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ വിവിധങ്ങളായ സൈനിക കേന്ദ്രങ്ങൾ അതീവ രഹസ്യമായി വിപ്ലവകാരികൾ സന്ദർശിച്ച്, വിപ്ലവകാരികൾ അന്നത്തെ സൈനികരെ കണ്ട് ചർച്ച ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തി എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് വിപ്ലവം ആരംഭിക്കാനുള്ള സമയവും നിശ്ചയിച്ച് അവസാനം കലാപം മുന്നേറി വിജയിക്കുന്നിടത്ത് ഉയർത്തുവാനുള്ള പതാകകൾ വരെ എത്തിച്ചു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അന്ന് വളരെ രഹസ്യമായി വിപ്ലവകാരികൾക്കിടയിൽ നുഴഞ്ഞു കയറിയ കൃപാൽ സിംഗ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കൊടുത്തത് വഴി അവസാന നിമിഷത്തിൽ ഈ വലിയ വിപ്ലവ മുന്നേറ്റം തകരുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്തെന്നതുപോലെ ഉത്തരേന്ത്യയെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന അതിശക്തമായ ഒരു പോരാട്ടമായി, വിപ്ലവ യുദ്ധമായി അത് മാറുമായിരുന്നു. നിർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു. അതേ തുടർന്ന് ഏതാണ്ട് 2000-ലേറെ ആളുകളെ പഞ്ചാബിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഒരുപാട് ആളുകളെ, 36ഓളം പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അതിൽ കുറച്ച് പേർക്ക് പിന്നീട് ഇളവ് ചെയ്തു കൊടുത്തു. കുറേയേറെ ആളുകളെ നാട് കടത്തി. ഒരുപാട് പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടക്കേണ്ടിയിരുന്ന അതിശക്തമായൊരു വിപ്ലവ മുന്നേറ്റത്തിൻ്റെ തകർച്ചയായിരുന്നു. ഈ സംഭവത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ആസൂത്രണം, ഇന്ത്യയിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു റാഷ് ബിഹാരി ബോസ്. അപ്പോഴേക്കും വൈസ്രോയിയെ ബോംബെറിഞ്ഞതിൻ്റെ പ്രധാന ആസൂത്രകൻ റാഷ് ബിഹാരി ബോസാണ് എന്നത് ബ്രിട്ടീഷ് ഭരണകൂടം തിരിച്ചറിയുകയും അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വിപുലമായ ശ്രമങ്ങൾ, അന്വേഷണങ്ങൾ നടക്കുകയുണ്ടായി. പക്ഷെ അതിവിദഗ്ധമായി പോലീസിൻ്റെ, രഹസ്യ പോലീസിൻ്റെയും ശ്രദ്ധയിൽ നിന്നും അദ്ദേഹം കണ്ണുവെട്ടിച്ച് വേഷം മാറി പല രീതിയിൽ ആണ് അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ വിപ്ലവ മുന്നേറ്റം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യക്കുള്ളിൽ നിന്നാൽ ഏത് നിമിഷവും പോലീസ് പിടിയിൽ അകപ്പെട്ട് പോയേക്കാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിവിദഗ്ധമായി ഇവിടെ നിന്നും ജപ്പാനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ കാലയളവിൽ റാഷ് ബിഹാരി ബോസിൻ്റെ ചരിത്രം വളരെ സാഹസികമാണ്. അദ്ദേഹം പല വേഷങ്ങളിൽ അതിവൈദഗ്ധ്യപൂർവ്വം പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച ധാരാളം സംഭവങ്ങളുണ്ട്, രസകരമായ സംഭവങ്ങൾ. ഏത് വേഷവും, സ്ത്രീവേഷം അടക്കം ഏത് വേഷവും അദ്ദേഹം ധരിക്കുമായിരുന്നു. വളരെ വിദഗ്ധമായി പോലീസിൻ്റെ പിടിയിൽ നിന്നും വഴുതിപ്പോയ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന വീട് പോലീസ് വളയുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഉറപ്പാകുന്ന ഒരു ഘട്ടത്തിൽ ആ വീടിൻ്റെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി തോട്ടികൾ വന്ന സമയമായിരുന്നു. അവർ കക്കൂസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് പോലീസ് വന്നു എന്നുള്ളത് ഇദ്ദേഹം തിരിച്ചറിയുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു തോട്ടിയുടെ വേഷം ധരിച്ച് 2 ബക്കറ്റിൽ മലം നിറഞ്ഞ ബക്കറ്റും തൂക്കി പിടിച്ചുകൊണ്ട് മുഷിഞ്ഞ വേഷം ധരിച്ച് പോലീസുകാർക്കിടയിലൂടെ ഇതും കൊണ്ട് പുറത്തേക്ക് കടന്നു പോകും. ഒരിക്കലും പോലീസ് സംശയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ പോലും പോലീസിന് റാഷ് ബിഹാരി ബോസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒടുവിൽ അദ്ദേഹം ഇവിടെ നിന്നും മറ്റൊരു വേഷത്തിലാണ് ജപ്പാനിലേക്ക് പോകുന്നത് തന്നെ. മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു സെക്രട്ടറിയാണ് എന്ന ഒരു വ്യാജ പേരിൽ ആണ് അദ്ദേഹം ഇവിടെ നിന്നും ജപ്പാനിലേക്ക് പോയി പാസ്പോർട്ട് സംഘടിപ്പിച്ച് അതിൻ്റെ പേരിൽ അപേക്ഷ കൊടുത്ത് പാസ്പോർട്ട് വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ജപ്പാനിലേക്ക് പോകുന്നത്. അങ്ങനെ അദ്ദേഹം ജപ്പാനിലെത്തുന്നു. 1926 അദ്ദേഹം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സംഘടിപ്പിക്കുന്നു ജപ്പാനിൽ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ജപ്പാനിൽ മാത്രമായിരുന്നില്ല, മലയ, സിംഗപ്പൂർ, ചൈനയുടെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ അദ്ദേഹം അക്കാലത്ത് സഞ്ചരിച്ച് ഇന്ത്യക്കാരായ രാജ്യസ്നേഹികളുമായി അവരെ കണ്ടെത്തി അവരോട് ചർച്ച ചെയ്ത് അവരെ ഏകോപിപ്പിച്ചുകൊണ്ട്
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. നമുക്കറിയാം 1914 മുതൽ 17 വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്താണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന പേരിൽ ജപ്പാൻ്റെ മുൻകൈയിൽ ഒരു ആദ്യത്തെ സൈന്യം രൂപീകരിക്കുന്നത്. തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളെ ചേർത്തുകൊണ്ട് ജപ്പാൻ ഗവൺമെൻറ്റിൻ്റെ മുൻകൈയിലാണ് അന്ന് ക്യാപ്റ്റൻ മോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യൻ നാഷണൽ ആർമി അക്കാലത്ത് ആദ്യമായി രൂപീകരിക്കുന്നത്. ആ ഇന്ത്യൻ നാഷണൽ ആർമിയെ പിന്നീട് അങ്ങ് ദുർബലമായി തകർന്ന യുദ്ധത്തിനൊക്കെ ശേഷം യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമല്ലാതെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. റാഷ് ബിഹാരി ബോസ് പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് രൂപീകരിക്കുകയും ഇന്ത്യൻ നാഷണൽ ആർമിയെ കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ 1939, 40, 41 കാലഘട്ടമായപ്പോഴേക്കും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷം ലോകത്തെ മുഴുവൻ പുതിയൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു. ബ്രിട്ടനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധം ചെയ്യുന്ന ശക്തികളിലൊന്നായിരുന്നു ജപ്പാൻ. അപ്പോൾ ജപ്പാനുമായി സഹകരിച്ചുകൊണ്ട് ബ്രിട്ടനെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യക്ക് പുറത്ത് ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു റാഷ് ബിഹാരി ബോസിൻ്റെയും കാഴ്ചപ്പാട്. അതേ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്നും 1941 ഇവിടെ നിന്നും പോകുന്നത്. അദ്ദേഹം ജർമ്മനിയിൽ ഒരു വർഷക്കാലത്തോളം ജർമ്മനിയിലുണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനിയിലായിരിക്കുന്ന സമയത്ത് റാഷ് ബിഹാരി ബോസിൻ്റെ നേതൃത്വത്തിൽ ജപ്പാനിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റാഷ് ബിഹാരി ബോസ് ക്ഷയരോഗബാധിതനായി തീരെ പ്രവർത്തിക്കാൻ പറ്റാത്ത ശാരീരികാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അക്കാലത്ത് അഭിമുഖീകരിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം വളരെ ധീരമായി ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കവെയാണ് സുഭാഷ് ചന്ദ്രബോസിനെ പോലെ അഗ്രഗണ്യനായ ഒരു നായകൻ ഇന്ത്യയിൽ നിന്നും പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട് ജർമ്മനിയിലെത്തി അവിടെ ഇന്ത്യൻ ലീജിയൻ എന്ന സംഘടന രൂപീകരിച്ചു. അവിടെ നിന്നും മറ്റു തരം ഇന്ത്യക്ക് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ, ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലുണ്ട് എന്ന് വിവരം അറിഞ്ഞ് സുഭാഷിനെ ജപ്പാനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുന്നത് റാഷ് ബിഹാരി ബോസാണ്. അദ്ദേഹം ജർമ്മൻ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും അതേ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്നും ജപ്പാനിലേക്ക് 3 മാസം നീണ്ടു നിന്ന ഒരു അന്തർവാഹിനി യാത്രയിലൂടെ ജപ്പാനിലേക്ക് എത്തിച്ചേർന്ന ആവേശകരമായ ഒരു ചരിത്രം നമുക്കറിയാം. 1943 മെയ് മാസം 8-ാം തീയതിയാണ് സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ നിന്നും ആരംഭിച്ച അന്തർവാഹിനി യാത്ര. ആ അന്തർവാഹിനി സുമാത്രയിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്നും അദ്ദേഹം കിഴക്കനേഷ്യയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും 1943 ജൂലൈ മാസം 4-ാം തീയതി സിംഗപ്പൂരിലെ കാത്തേ സിനിമ ഹാളിൽ ചേർന്ന ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് റാഷ് ബിഹാരി ബോസിൽ നിന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെയും നേതൃത്വം ഏറ്റെടുക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജപ്പാനിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പ്രവർത്തനങ്ങൾ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് എങ്ങനെ കൊണ്ടുപോകണം, റാഷ് ബിഹാരി ബോസിനെ പോലെ അത്രയും സീനിയറായ മുതിർന്ന ഒരു നേതാവ്, അത്രയും പരിണിത പ്രജ്ഞനായ ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതപര്യന്തം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സംഘടന സുഭാഷ് ചന്ദ്രബോസിനെ പോലൊരു നേതൃത്വം വരുമ്പോൾ ഇവരിൽ ആരെ നയിക്കും, ആരുടെ നേതൃത്വത്തിൽ തുടർന്ന് പ്രവർത്തിക്കുമെന്നൊരു ചോദ്യം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ നേതാക്കന്മാർക്കിടയിലും ഒപ്പം തന്നെ ജപ്പാനിലെ ഇന്ത്യൻ്റെ അഭ്യുതകാംക്ഷികളായ ഭരണാധികാരികൾക്കും ഉണ്ടായിരുന്നു. റാഷ് ബിഹാരി ബോസ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് വരട്ടെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞാൻ പ്രവർത്തിച്ചോളാം. സുഭാഷ് ചന്ദ്രബോസ് ആകട്ടെ നേരെ തിരിച്ചാണ് പറയുന്നത്. റാഷ് ബിഹാരി ബോസിനെ പോലുള്ള ഒരു നേതാവിൻ്റെ കീഴിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അനുയായിയായി പ്രവർത്തിച്ചോളാം. എന്തായാലും ശരി, സുഭാഷ് ചന്ദ്രബോസിലേക്ക് തൻ്റെ സംഘടനയുടെ അധികാരം കൈമാറിക്കൊണ്ട് ആ സംഘടനയുടെ ഒരു ഉപദേശകൻ്റെ റോളിൽ അദ്ദേഹം തുടർന്ന് പ്രവർത്തിക്കുന്നു. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ പ്രവാസി ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ നേതാജി പ്രധാനമന്ത്രി ആയിക്കൊണ്ടുള്ള ആ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ഉപദേഷ്ടാവ് എന്ന പദവിയിലാണ് റാഷ് ബിഹാരി ബോസ് തുടരുന്നത്. പിന്നീടുള്ള ചരിത്രം ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം ബ്രിട്ടനെതിരായി നടത്തുന്നതാണ്. അതിനിർണായകമായ വിജയങ്ങൾ സുഭാഷിൻ്റെ നേതൃത്വത്തിൽ INA നേടിയെടുക്കുന്നുണ്ട്. ഈ കാലയളവിൽ റാഷ് ബിഹാരി ബോസ് രോഗബാധിതനായിരുന്നു. എങ്കിലും അദ്ദേഹം സംഘടനയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആശയപരമായ നേതൃത്വം കൊടുത്ത് സംഘടനയോടൊപ്പം നിൽക്കുകയുണ്ടായത്. 1945 ജനുവരി മാസം 21-ാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു മുൻഗാമി എന്ന നിലയിൽ ഈ നാടിനു വേണ്ടി ഇന്ത്യക്കുള്ളിലും വിദേശത്തും പോയി സുദീർഘമായ പോരാട്ടങ്ങൾ നടത്തിയ, അക്കാലത്ത് ധാരാളം ദേശസ്നേഹികളെ, വിപ്ലവകാരികളെ പ്രചോദിപ്പിച്ച ആ മഹാനായ വിപ്ലവകാരിക്ക് മുന്നിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു.